ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കലവറയില്ലാത്ത പിന്തുണ നൽകി വരികയാണെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ നവീകരിച്ച കൗസ്തൂഭം റെസ്റ്റ് ഹൌസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗുരുവായൂർ, കൊട്ടിയൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി പിൽഗ്രീം തീർത്ഥാടന സർക്യൂട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ബജറ്റിൽ തന്നെ സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനമൊരുക്കുന്നതിന് വെർച്വൽ ക്യൂ സമ്പ്രദായം തുടങ്ങിയ ഗുരുവായൂർ ദേവസ്വം തീരുമാനം മന്ത്രിസഭാംഗങ്ങളുടെ തന്നെ പ്രശംസയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരോട് നല്ല രീതിയിൽ പെരുമാറാൻ ദേവസ്വം ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൽ നിയമനം നടത്താനുള്ള അധികാരം രാഷ്ട്രപതി ഒപ്പുവെച്ച 1978 ദേവസ്വം നിയമപ്രകാരം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്കാണ്. ഇതു സംബന്ധിച്ച കേസിൽ സംസ്ഥാന സർക്കാർ ദേവസ്വം നിയമത്തിനൊപ്പമാണ്. ഇതാണ് സർക്കാർ നിലപാട് എന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിലൊക്കെ കോടികളുടെ വരുമാനം ഭക്തജനങ്ങൾ നൽകുന്നു. നമ്മളത് സംരക്ഷിച്ച് ക്ഷേത്ര കാര്യങ്ങളുടെ വികസനത്തിന് ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ പൊതുകാര്യങ്ങളുള്ള സഹായങ്ങൾ നൽകുന്നു. ഇങ്ങനെയൊക്കെയാണ് ദേവസ്വം ബോർഡുകൾ മുന്നോട്ട് പോകാനുള്ള മാർഗനിർദ്ദേശത്തിന്റെ ഉപയോഗം. അപ്പൊ അങ്ങനെയുള്ള ദേവസ്വം ബോർഡുകൾ വളരെ സത്യസന്ധമായി നമ്മൾ കൈകാര്യം ചെയ്യണം എന്ന് ഈ അടുത്ത കാലത്തെ ചില കോടതി വിധികൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളിലുള്ള കോടതിയുടെ ഇടപെടലിനെ ഞാൻ സ്വാഗതം ചെയ്തതാണ്. മറ്റു രീതിയിലേക്ക് കടത്തുന്നതിന് മാത്രമാണ് ഞാൻ ചെറുതായിട്ടൊരു വിയോജിക്കുന്നത്. മന്ത്രിക്കുള്ള ദേവസ്വത്തിന്റെ ഉപഹാരം ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ചടങ്ങിൽ സമ്മാനിച്ചു.